ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കരിമണി പെൻഡൻ ചെയിൻ കളക്ഷൻസ് ആണ് കേട്ടോ. കരിമണി ചെയിൻ മാത്രമല്ല, ചെയിൻ ആൻഡ് പെൻഡൻ കളക്ഷൻസ് ആണ്. അപ്പോൾ ലൈവിലുള്ളവർ പെട്ടെന്ന് ഒന്ന് കയറൂ. ഞാൻ ഒന്ന് ഷെയറും കൂടെ ചെയ്യട്ടെ. ആരെങ്കിലുമൊക്കെ ഉണ്ടോ ലൈവിൽ? ലിസ വിൽസൺ ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈവിലുള്ളവർ ഒന്ന് ഹായ് പറയണേ. ഇപ്പോൾ ആകെ ലിസ മാത്രമേ ഉള്ളൂ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആർക്കൊക്കെ കാണാം ഒന്ന് പറയണം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യുക. റാണി ഹായ്, സ്നേഹ സുരൽ ഹായ്, രജിത രജി ഹായ്, രശ്മി ശ്രീധർ ഹായ്, ഷിജി ജൈൻ ഹായ്, മഞ്ജു സഞ്ജു ഹായ്, ഇന്ദു സുനിൽ ഹായ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലതാ കെ മെനോൻ ഹായ്. 32 കളക്ഷൻസേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. വാച്ചിങ് യുവർ ലൈവ് ആഫ്റ്റർ എ ലോങ് ടൈം. താങ്ക് യു രശ്മി. ഓക്കെ, അപ്പം 32 എണ്ണമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. അധികം താമസിപ്പിക്കാതെ തന്നെ തുടങ്ങാം. അപ്പോൾ 32 കളക്ഷൻസ് KI സീരീസ് ആണ് കേട്ടോ. K ഫോർ കരിമണി, I ഫോർ ഇന്ത്യ. ഓക്കെ, കരിമണി സീരീസ് ആണ്, KI സീരീസ് ആണ്. KI01 ആണിത്. ഞാൻ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ കമ്മൽ ഞാൻ ലൈവിൽ കാണിക്കുന്നുണ്ടെങ്കിൽ കമ്മലുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ കമ്മലില്ല കേട്ടോ. സുഖമാണ് ശ്രീജ രമേശ്, സിന്ധു GS ഹായ്, രമ്യ അനീഷ് ഹായ്, ബീന ബാബുരാജ് ഹായ്. അപ്പം ഞാൻ കമ്മല് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കമ്മലുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ കമ്മലില്ല. ഓക്കെ, ലീന ഹായ്, ഉമാ രമേഷ് ഹായ് മാം, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെറ്റ്. നോക്കിക്കേ, ഒരു പതക്കം സെറ്റാണ്. KI01 ആണ്. 990 റുപ്പീസ് ഉള്ളി. ചെട്ടിനാട് ഫിനിഷ് ആണ് കേട്ടോ. ഞാൻ ഓരോന്നിന്റെ ഫിനിഷ് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് സാധനം കാരണം ലൈവിൽ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ഫിനിഷ് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. സമയം എത്രയായി? സമയം 3 മണി 2:45 ഓക്കെ, കഴിച്ചു, ഫുഡ് കഴിച്ചു. ധന്യ കെ സുരേഷ് ഹായ്, ലീന ബിന്ദുരാജ് ഹായ്. ഓക്കെ, അപ്പോൾ KI01 ആണിത്. 990 റുപ്പീസ്. ഇതാണ് ക്ലോസപ്പിൽ ഒരു പതക്കമാണ്, വേറെ ടെമ്പിൾ ഇംപ്രൻസ് ഒന്നുമില്ല. ഒരു പതക്കം വരുന്നു, അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലുമാണ്. കമ്മൽ ദേ ഇതാണ് കേട്ടോ, വലിപ്പം അത്യാവശ്യം കുറച്ച് വലിയ കമ്മലാണ്. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ദേ ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഒരു കമ്മല് മാത്രം മതി. ഇത് ഇങ്ങനത്തെ ഒരു മാലയുടെ സെറ്റുമുട്ടിന്റെ ഒക്കെ കൂട്ടത്തിൽ നല്ലതായിരിക്കും. ഞാൻ എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഓണം സീരീസിന്റെ ഓണം കളക്ഷൻസിന്റെ എപ്പിസോഡുകളാണ് കേട്ടോ. ഓരോന്നും ഓണം സീരീസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റേ കേരള ചെയിൻസ് ആൻഡ് പെൻഡൻസിന്റെ കളക്ഷൻസ് നമ്മൾ കാണിച്ചിരുന്നു. അതിന്റെ അതുപോലത്തെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. രഞ്ജു ബിനു ഹായ്. അപ്പൊ ഇത് KI01 ആണ്. 990 റുപ്പീസ് കേട്ടോ. ഇതൊരു ഏകദേശം ഒരു 7 പിടി ലെങ്ത്തിലേ കിടക്കത്തുള്ളൂ. ഒത്തിരി ലെങ്ത് ഇല്ല. ലെങ്ത് വേണമെന്നുള്ളത് എക്സ്ട്രാ ചെയിൻ നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുക. ചെയിൻ എന്ന് പറയുന്നത് കരിമണി അല്ല, എക്സ്ട്രാ ചെയിൻ, ഇവിടെ ഇടുന്ന ചെയിൻ. ഓക്കെ, ഇതിന് ലെങ്ത് ഇത്രേ വരത്തുള്ളൂ കേട്ടോ. ഇവിടെ കിടക്കും, ഈ ഒരു ലെയറിൽ കിടക്കും. ഇപ്പൊ കുർത്തയുടെ ഒക്കെ തൊട്ട് മേളിൽ കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്തിൽ കിടക്കും. ഓക്കെ, KI01. അടുത്തത് KI02 ആണ്. 590 റുപ്പീസ്. ഇത് മാല മാത്രമേ ഉള്ളൂ. ദേ ഇങ്ങനത്തെ മാല മാത്രമേ ഉള്ളൂ. നല്ല കരിമ്പച്ച റോംബസ് ലോക്കറ്റ് ആണ്, ഒരു ചുട്ടി ലോക്കറ്റ് ആണ്. KI02 8 പിടിയാണ് കേട്ടോ മാല. KI02 590 റുപ്പീസ് ഉള്ളി, 590 രൂപ. 590 റുപ്പീസ് ഉള്ളി. KI02 എല്ലാം ഗ്യാരണ്ടീഡ് കളക്ഷൻസ് ആണ്, പ്രീമിയം ക്വാളിറ്റി ഗ്യാരണ്ടീഡ് കളക്ഷൻസ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വാളിറ്റി അല്ല, ലോക്കൽ ലിമിറ്റേഷൻ അല്ല.
KI02 ആണ് 590 റുപ്പീസ് കേട്ടോ. 590. ഒരു മിനിറ്റ്. KI02 ആണ് 590. മാല ഇല്ല കേട്ടോ. ഇതിന്റെ മാല ഇതങ്ങനെ വലിയ ഫിനിഷ് എന്നൊന്നും പറയാനില്ല, കാരണം കൂടുതലും സ്റ്റോൺസ് ആയത് കാരണം ഇതിനങ്ങനെ സിമ്പിൾ കരിമണി മാലയുണ്ടോ. ശ്രീജ രമേശ് മാല മാത്രമായിട്ടില്ല, ചെയിൻ വിത്ത് പെൻഡന്റ് ആണ് ഇന്നത്തെ ലൈവിലുള്ളത്. കരിമണി മാലകൾ നമ്മൾ ഇനി സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് നമ്മൾ വരുന്നുണ്ട് ഈ മാസം, അല്ലെങ്കിൽ ഈ മാസം ഇനിയിപ്പം ഇല്ലല്ലോ, അടുത്ത മാസം ആവുമല്ലോ. അടുത്ത മാസത്തേക്ക് നമുക്ക് എന്തായാലും കരിമണി ചെയിൻ കളക്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നോക്കട്ടെ, നമ്മൾ സിമ്പിൾ ചെയിൻസിന്റെ കളക്ഷൻസ് ഉടനെ തന്നെ എന്തായാലും ഉണ്ടാവും. സിമ്പിൾ ചെയിൻസിന്റെ കളക്ഷൻസ് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ കരിമണി ചെയിൻസ് അപ്പോഴുണ്ടാവും. ഇതിപ്പോ ഇന്ന് നമ്മൾ ചെയിൻ വിത്ത് പെൻഡന്റ് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് KI02 ആണ് 590 റുപ്പീസ്. ഇതിന് വലിയ ഫിനിഷൊന്നും പറയാനായിട്ടൊന്നുമില്ല, കാരണം ഫുള്ളി സ്റ്റോൺഡ് ആണ്. എങ്കിലും പറയണമെങ്കിൽ വേണമെങ്കിൽ ഒരു നോർമൽ ഗോൾഡ് ഫിനിഷ് എന്ന് വേണേൽ പറയാം. എന്നാലും അങ്ങനെ എടുത്ത് കാണാനായിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫിനിഷ് ഒന്നും പറയാത്തത്. ഇന്ദു GS ഹായ്. ഓക്കെ, അടുത്തത് ഇതിന്റെ തന്നെ റെഡ് കളറാണ്. KI03 ആണ്. KI03 നല്ല റെഡ് ഷെയ്ഡ്, റെഡ് അല്ല സോറി, നല്ല ബ്രൈറ്റ് പിങ്ക് കളറാണ്, റൂബി കളറാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. KI03 ആണ്. സെയിം റേറ്റ് 590 റുപ്പീസ്, 590 രൂപ. 590 കേട്ടോ, 590 റുപ്പീസ്. KI03 ആണ് 590 റുപ്പീസ്. ലതാ കെ മേനോൻ, എനിക്കും വേണം സിമ്പിൾ ചെയിൻ. ഓക്കെ, അടുത്ത സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് വരുമ്പോൾ കണ്ടോളൂ കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. എങ്കിലും അത്ര വലിയ ചെയിൻസും പെൻഡൻസ് ഒന്നും അല്ലാതെ സിമ്പിൾ പെൻഡൻസ് വരുന്നതും ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് കാണൂ. എനിക്ക് നല്ല ബ്രൈറ്റ് കളറിലുള്ള പിങ്ക് ആണ്. ഇതും 8 പിടിയാണ്. 8 പിടിയാണ്. ഹായ് ഷൈനി. 8 പിടി ചെയിൻ ആണ് വിത്ത് പെൻഡന്റ്. അപ്പം മൊത്തത്തിൽ വരുമ്പോൾ ഒരു ചെയിൻ വിത്ത് പെൻഡന്റ് വഴി വരുമ്പോഴത്തേക്കും ഒരു 9 പിടിയിലോട്ട് വരും. ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയാണ്. അതായത് ഇപ്പം നല്ല വെറുതെ ഈ പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക് കരയുള്ള സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിക്ക് കിടക്കും. വേറെ ഒരു വർക്കും ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഗോൾഡ് വരുന്നതേ ഉള്ളേ. KI03 ആണ്. മൂന്നാമത്തെ കോഡാണ് 590 റുപ്പീസ്, 590. അടുത്തത് KI04 ആണ്. സെയിം സാധനം തന്നെ, കളർ വേരിയേഷൻ, അതും കോറൽ പെൻഡന്റ്, കോറൽ ഫിനിഷിലുള്ള പെൻഡന്റ്. KI04 ആണ്. ഇത് കോറൽ സ്റ്റോൺസ് അല്ല, കോറൽ ബീഡ്സിന്റെ ഫിനിഷ് ആണ്. അതായത് കോറൽ എന്ന് പറയുന്നത് ഞാൻ റിയൽ കോറൽ സ്റ്റോൺ അല്ല കേട്ടോ, കോറൽ കളർ കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. KI04 ആണ് 590. കൂടുതൽ കാണിക്കാനൊന്നുമില്ല, കളർ മാത്രമേ ഉള്ളൂ. ബാക്കി പെൻഡന്റ് എല്ലാം സിമിലർ ഡിസൈൻസ് ആണ് കേട്ടോ. KI04 ആണ് 590, 590 രൂപ. KI04 ആണ് 590, 590. KI04. അടുത്തത് KI05 ആണ്. ഇപ്പം ഞാൻ കാണിച്ചത് ഒരു KI02 തൊട്ട് 4 വരെയുള്ളതിന് കമ്മലില്ല. ഇപ്പം അതേ അടുത്തത് കമ്മലുള്ളതാണ്. KI05 ആണ്. ഇത് 890 അല്ല, 890 ആണോ 690 ആണോ? ഒരു മിനിറ്റ്. KI05 ആണ്. KI05 ഇതാണ് മാല. നോക്കിക്കേ, ഇതിന് ഇങ്ങനെ രണ്ട് പെൻഡന്റും കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോൺ ഹിന്ദു ഐറ്റംസ് ആണ്. ഹിന്ദു ഇംപ്രിൻസ് അല്ലെങ്കിൽ ഹിന്ദു ഡിസൈൻസ് ഫിഗേഴ്സ് അങ്ങനെ ഏതെങ്കിലും വരുന്നത് ഞാൻ കാണിക്കാം. ഇതിപ്പോ ഇതെല്ലാം ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ആദ്യം മുതൽ 1 തൊട്ട് ഇപ്പൊ ഈ 5, ഇനിയിപ്പോ 6ഉം അതെ, 6നും ഹിന്ദു ഇംപ്രിന്റ് ഇല്ല, 7നും അതെ, 1നും ഹിന്ദു ഇംപ്രിന്റ് ഇല്ല. അപ്പൊ ഇത് ഏത് റിലീജിയനിലുള്ളവർക്കും മേടിക്കാം കേട്ടോ. KI05 ആണിത്. 5ാമത്തതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 690 ആണോ 890 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. 890 തന്നെയാണ് കേട്ടോ. KI05 890. നോക്കിക്കേ, ഇതിന്റെ പെൻഡന്റ് കണ്ടോ, 2 ഫ്ലവേഴ്സ് വന്നിട്ട് നടുക്കൊരു നല്ല സ്റ്റോൺഡ് പെൻഡന്റ് ആണ്, സ്റ്റോൺഡ് ബീഡാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. സിമ്പിൾ ആണ്, എന്നാൽ നല്ല ഈ ഒരു പെൻഡന്റ് വരുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ്. KI05 ആണ് 890, 890. KI05. KI05 ആണ് 890 റുപ്പീസ്, 890 രൂപ. KI05. അതിന്റെ കമ്മലാണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. അടുത്തത് KI06 ആണ്. അടുത്തത്
അടുത്തത് KI06 ആണ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള, ഇത് 8 പിടി ചെയിനാണ്. മുന്നേ കാണിച്ചത് 8 പിടി തന്നെയാണ്. അതേ നോക്കിക്കേ, സുഖമാണ് ദേവ് എൻ. ഇത് അടുത്തത് KI06 ആണ്. 990 റുപ്പീസ് ആണ്. ഇതിന് 990 റുപ്പീസ് വരാനുള്ള കാരണം അതിന്റെ പെൻഡന്റ് കുറച്ച് അത്ര വലിപ്പം ഇല്ലെങ്കിലും അതിന്റെ ഇങ്ങനത്തെ കുറച്ച് പണികൾ വരുന്ന ഒരു പെൻഡന്റ് ആണ്. 06 KI06 ആണ്. 990 റുപ്പീസ്. നോക്കിക്കേ, ഇതിന്റെ പെൻഡന്റ് കണ്ടോ, AD സ്റ്റോൺസ് വരുന്നു, 2 മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിന്റെ മേളിൽ ഫ്ലവർ, നടുക്കായിട്ടൊരു എമറാൾഡ് സെറ്റ്, നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് കേട്ടോ. സ്റ്റഡാണ്. KI06 ആണ്. 990 റുപ്പീസ്, 990 രൂപ. KI06 990. ഇതാണ് കേട്ടോ ഡിസൈൻ. നല്ല ഭംഗിയുള്ള എല്ലാ കളറും എല്ലാ ഡ്രസ്സിന്റെയും കൂട്ടത്തിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു പെൻഡന്റ് സെറ്റ് ആണ്. പ്രത്യേകിച്ച് ഈ കരിമണി ആയതുകൊണ്ട് നമുക്ക് ഈ കുർത്തയുടെ കൂട്ടത്തിലും ഇപ്പൊ കോഡ് സെറ്റ്സ് ആണല്ലോ, കോഡ് സെറ്റ്സിന്റെ കൂട്ടത്തിലും ചുരിദാറിന്റെ കൂട്ടത്തിലും ഒക്കെ ഇത് മാച്ച് ആവും കേട്ടോ. കാരണം കരിമണി ആയതുകൊണ്ട് തന്നെ അത്ര വലിയ മാലയും അല്ല, അത്ര ഗോഡിയും അല്ല. 6ാമത്തതാണ് ഇത് കാണിച്ചത്, 990. അടുത്തത് KI07 ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങ പോലത്തെ പെൻഡന്റ് ഉള്ള ഒരു ഡിസൈൻ ആണ്. ഇതാണ് പെൻഡന്റ്, നല്ലൊരു പേസ്ലി ഡിസൈൻ. അതിന്റെ ചുറ്റും റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും വരുന്നുണ്ട്. KI07 ആണ്. 7ാമത്തെ കോഡാണ്. 770 റുപ്പീസ്. 770 റുപ്പീസ് 7ാമത്തെ കോഡ്. ഇത് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ല ഒരു ഓപ്ഷൻ ആണ്. KI07 ആണ്. 7ാമത്തെ കോഡാണ് 770. 7ാമത്തെ കോഡാണ് കേട്ടോ. 7ാമത്തെ കോഡ് 770. KI07 7ാമത്തെ കോഡ് KI07 770 റുപ്പീസ്. ഓക്കെ, KI07. അടുത്തത് KI08 ആണ്. KI08 ആണ്. ഇത് അത്ര വലിയ മാലകളൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഉപയോഗിക്കാം. ഇൻ ദ സെൻസ് ഇതൊരു ഒരു മംഗൾസൂത്ര പോലത്തെ ഒരു ഡിസൈനാണ്. മംഗൾസൂത്ര പോലത്തെ ഡിസൈൻസ് വരുന്ന, അതായത് മംഗൾസൂത്ര എന്ന് പറയുമ്പോഴത്തേക്കും അത് വൈറ്റ് സ്റ്റോൺസ് ആയിരിക്കും കൂടുതലും കാണുന്നത്. ഇത് വൈറ്റ് സ്റ്റോൺസ് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. നടുക്ക് കണ്ടോ, ഇങ്ങനെ ഒരു ഒരു മംഗൾസൂത്രയുടെ പോലത്തെ ഒരു വൈറ്റ് സ്റ്റാർ കൈൻഡ് ഡിസൈൻ മേളിലും വരും. അതിന്റെ താഴോട്ട് ഒരു പച്ച സ്റ്റോൺസ് വരും. നല്ല സിമ്പിൾ ആയിട്ടുള്ള, ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ കുർത്തയുടെ കൂട്ടത്തിലും ചുരിദാറിന്റെ കൂട്ടത്തിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാം, സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇടാം. പക്ഷെ ഒത്തിരി വലിയ മാല ഇട്ടൊരു ഫീലും വരത്തില്ല. എന്നാൽ സിമ്പിൾ ആൻഡ് എലഗൻ സെറ്റുമാണ്. KI08 ആണ്. 570 റുപ്പീസ് ഉള്ളി, 570 രൂപ മാത്രമാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും കൂടെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. KI08 ആണ്. 570. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. KI08 ആണ് കേട്ടോ. 8ാമത്തെ സെറ്റാണ്. KI8 570 റുപ്പീസ്. KI8 8ാമത്തെ കോഡാണ്. 570 റുപ്പീസ്. ഹായ് നിധി. അടുത്തത് KI9 ആണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇന്നത്തെ ഇതിലൊരു ടെമ്പിളിന്റെ ഒരു ഇത് കാണിക്കുന്നത്. KI9 ആണ്. 1590 റുപ്പീസ്. ഇത് നമ്മളുടെ ദേവി പെൻഡന്റ് സെറ്റ് ആണ്. KI9 ആണ്. 9ാമത്തെ സെറ്റാണ്. 1390 ആണ്. 590 അല്ല, 1390 റുപ്പീസ്. 1390 റുപ്പീസ്. ഇതാണ് അതിന്റെ സ്റ്റഡ് വരുന്നത്. ദേവിയുടെ ഒരു സ്റ്റഡാണ്. ഓക്കെ, പുറകിൽ ഇങ്ങനത്തെ ഈ പ്രസ് ടൈപ്പാണ് അതിൻ്റെ സ്റ്റഡ് ഇത് വന്നിരിക്കുന്നത്. ബാക്ക് സ്റ്റോപ്പർ വന്നിട്ട് ഇങ്ങനെയാണ് മാല. നോക്കിക്കേ, മാലയുടെ ഡിസൈൻ മാറ്റ്, ചെട്ടിനാട് മാറ്റ് ഫിനിഷ് ആണ്. എങ്കിലും അത്രയ്ക്ക് മാറ്റ് അല്ല. മാറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. മാറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മാറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും തിളക്കയില്ല. ഇത് ചെട്ടിനാട് ഫിനിഷ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് റൂബി സ്റ്റോൺസും എമറോൾഡ് സ്റ്റോൺസും ചുറ്റും വന്നിട്ട് ഇത് നോർമൽ ഒരു ലക്ഷ്മി ദേവിയാണ്. ഇത് മയിലും അതും ഒന്നുമില്ല, ആനയൊന്നുമില്ല, നോർമൽ ലക്ഷ്മി പെൻഡന്റ് ആണ്. KI9 ആണ്. 9ാമത്തതാണ്. 1390 റുപ്പീസ്. 1390 റുപ്പീസ്. KI9 9ാമത്തെ കോഡാണ്. KI9 ആണ്. 1390 റുപ്പീസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. 8 പിടി എന്ന് പറയാം. 8 പിടി വിത്ത് ലോക്കറ്റാണ്. 8 പിടി ഈ ഒരു ലെങ്ത്തിൽ കിടക്കും. നല്ല ഒരു സെറ്റ് മുണ്ട് അല്ലെ സെറ്റ് സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇത് നല്ലതായിരുന്നു. ജിമുക്ക കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അച്ചു സുഖമല്ലേ? മയൂരിയുടെ കുറെ കളക്ഷൻ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. താങ്ക് യു ജിലു മേനോൻ, താങ്ക് യു സോ മച്ച്.
ഓക്കെ. അപ്പോൾ ഇത് 8ാമത്തെ കോഡ്, 9ാമത്തതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. 1390, 1390, 1390 റുപ്പീസ്, 1390 രൂപ. അടുത്തത് KI10 ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള എഗെയിൻ നമ്മുടെ ഒരു നോൺ ടെമ്പിൾ ഇംപ്രിന്റ് ഉള്ള ഒരു മാലയാണ്. KI10 ആണ്. 790 റുപ്പീസ് ആണ് കേട്ടോ. ഇതിന് 790 റുപ്പീസ് ഉള്ളി. KI10 10ാമത്തെ കോഡാണ്. KI10 ആണ്. നോക്കിക്കേ, പെൻഡന്റ് നോക്കിക്കേ, 790. പെൻഡന്റിൽ ദേ ഇങ്ങനെ മേളിൽ രണ്ടിങ്ങനെ മയിലാന്ന് അങ്ങനെ പറയത്തില്ല, അതൊരു ഡിസൈൻ പോലെ വന്നിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്, രൂപങ്ങളായിട്ട് അങ്ങനെ കാണില്ല, ജസ്റ്റ് സ്റ്റോൺ ആണ്. ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടോ, മേളത്തെ ഭാഗം കണ്ടോ, 2 മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നതായിട്ട്. ഓക്കെ, ഒരു ചാന്ത് ബാലി ഡിസൈൻ ആണ്. 8 പിടി വിത്ത് പെൻഡന്റ്, 8 പിടിയും പെൻഡന്റും കൂടെ ആണ് നീളം. ഓക്കെ, KI10 ആണ്. 790 റുപ്പീസ്. 790. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. KI10 ആണത്. 790. ഓണം സെയിലിന്റെ ഭാഗമായിട്ടുള്ള കളക്ഷൻസ് ആണ്. അടുത്തത് KI11 ആണ്. KI11 നോക്കിക്കേ, ഇതും നല്ല സ്റ്റോൺസ് മാറ്റി. KI11 ആണ്. ഇതും 690 റുപ്പീസ്. നോക്കിക്കേ, ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡ് വരുന്നുണ്ട്. സ്റ്റഡ് ഇതേ കുട്ടി ഒരു ഫ്ലവർ ആണ്. റൂബി അല്ല ഇത്, ഇത് മറ്റേ സിർക്കോണിയം ആണോ? അല്ലല്ല, റൂബി തന്നെ. റൂബി സ്റ്റോൺസ് ആണ്. നോക്കിക്കേ, കണ്ടോ പെൻഡന്റ് കണ്ടോ, നല്ല റൗണ്ടില് ഫ്ലവർ ടൈപ്പിലുള്ള പെൻഡന്റ് വരും. ഇതിന്റെ കുറച്ചുകൂടെ ചെറിയ വേർഷനാണ് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരിക്കുന്നത്. സെയിം അല്ല, പക്ഷെ ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ്, പക്ഷെ ഇത് വേറൊരു ടൈപ്പാണ്. KI11 11ാമത്തെ കോഡാണ്. 690 റുപ്പീസ്. KI11 11ാമത്തെ കോഡാണ്. 690 റുപ്പീസ് ആണ്. KI11 ആണ്. 690 റുപ്പീസ്. KI11. നിങ്ങൾ ലൈവിലുണ്ടല്ലോ അല്ലേ? എനിക്ക് ആരുടെ മെസ്സേജസ് കാണാത്തതാണോ അതോ ആരും സംസാരിക്കാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഈ നെറ്റിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സംസാരിക്കുന്ന കാണത്തില്ല. ബെസ്റ്റ്. എനിക്ക് എന്തിനകത്ത് എത്രയും പോലും വന്നിട്ടില്ല. കൊള്ളാം. ഓക്കെ, അപ്പൊ അടുത്തത് KI12 ആണ്. 12ാമത്തെ കോഡാണ്. ഇത് ഒരു ചുട്ടി ചെയിനിന്റെ ചുട്ടി വന്നിട്ടുള്ള ഒരു നമ്മുടെ ഈ പണ്ടത്തെ ചുട്ടി ചെയിൻ ടൈപ്പ് പോലത്തെ കരിമണി സെറ്റാണ്. കരിമണി ചുട്ടി സെറ്റ് എന്നോ അല്ലെങ്കിൽ ചുട്ടി കരിമണി സെറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അതുപോലത്തെ ചുട്ടി ചെയിൻ ഉണ്ടല്ലോ, ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഇട്ടിരുന്ന ടൈപ്പിലുള്ള ചുട്ടി ചെയിൻ. ഇന്ന് മഞ്ഞക്കിളിയാണല്ലോ, മക്കൾ സുഖമായിരിക്കുന്നു. മഞ്ഞക്കിളിയാണ്. ഞാൻ ഇന്ന് മഞ്ഞ ഡ്രസ്സ് എടുത്തിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയില്ല എനിക്ക് ഈ മഞ്ഞ കളർ, എനിക്ക് ഇതുപോലത്തെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. KI12 ആണ്. 1170. മക്കൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. TV കണ്ടുകൊണ്ടിരിക്കുന്നു. മൂത്താൾക്ക് TV മതി. രണ്ടാമത്തെ ആൾ അതിനും കൂടെ വേണ്ട, TV വേണ്ട, അത് ഇങ്ങനെ നടന്നോളൂ. KI12 ആണ്. 1170 റുപ്പീസ് കേട്ടോ. 1170. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ പെൻഡന്റ് കാണിക്കാം. നോക്കിക്കേ, നല്ല ഭംഗിയുള്ള പെൻഡന്റ് ആണ്. ചുട്ടി ഡിസൈനിൽ വന്നിരിക്കുന്ന പെൻഡന്റ് ആണ് ഇത്. ഓക്കെ, എന്നിട്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇതും നല്ല ഭംഗിയുള്ള സെറ്റാണ്. 1170. ഇനിയിപ്പോൾ നിങ്ങൾ ചെയിനിലോട്ട് വരുമ്പോൾ ചെയിനിൽ ഇങ്ങനെ കരിമണി വന്നിട്ട് മിക്സ് ആയിട്ടുള്ള കരിമണി ബീഡ്സ്, കുറച്ച് വലുതും ഗോൾഡും പിന്നെയും കുഞ്ഞത്, പിന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് മാല. KI12 1170. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കരിമണി മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ചെയിനിലോ വല്ലതും ഇടണമെന്നുണ്ടെങ്കിൽ ദേ ഇവിടെയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ദേ ഇവിടെയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ദേ ഇങ്ങനെ ഇവിടെയായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ നിങ്ങൾക്ക് തന്നെ ഒരു പ്ലെയർ കൊണ്ട് മാറ്റി നിങ്ങളുടെ സ്വർണത്തിന്റെ ചെയിനിലും ഒക്കെ ആയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഇടുമ്പോൾ ഇളക്കത്താലി ഉണ്ടോ പത്മശ്രീ? നമുക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യൂ പത്മശ്രീ. അത് വാട്സപ്പിൽ ചോദിക്കുമ്പോഴത്തേക്കും അവൈലബിൾ കളക്ഷൻസ് അയച്ചു തരും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ മാലയ്ക്ക് ഇതിന്റെ പുറകിലാണ് ഇങ്ങനെ നമ്മളുടെ മാല ഇങ്ങനെ പുറകില് ഹുക്ക് വെച്ചിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള മാലയാണ്. ഇനി അങ്ങനത്തെ മാല നിങ്ങളുടെ കയ്യിലില്ല, നമ്മുടെ നോർമൽ നിങ്ങളുടെ താലി ചെയിൻ ആണെങ്കിൽ ഇതിന്റെ 2 കൊളുത്തുണ്ടല്ലോ, ഈ കൊളുത്ത് മാറ്റി, അതായത് ഇങ്ങനത്തെ നമ്മുടെ ഇതിന്റെ ഈ നടുക്കുള്ള കൊളുത്തിന്റെ ഈ ഒരു 2 അറ്റം മാറ്റി ഇതിന്റെ നടുക്കോട്ട് ഇപ്പുറത്തോട്ടും അങ്ങ് ഇടുക. അതായത് ഇവിടെ ഒരു കൊളുത്താണ്, ഇത് ഇങ്ങനെ കൊളുത്താണ്, ഈ കൊളുത്തിലോട്ട് ഇടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ മാലയിൽ ഈ ലോക്കറ്റായിട്ട് വരും. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല, തല വഴി ഇടണം എന്നുള്ളതേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അത് ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് മിക്കതും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. കാരണം മിക്കതിൻ്റെയും പെൻഡൻറ്റ് ഊരി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഓപ്ഷൻസും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നാണ്. ഞാൻ പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്, എങ്കിലും ഞാൻ പറഞ്ഞു തന്നു. KI12 ആണിത്, 1170. നോക്കിക്കേ, നല്ല ചുട്ടി ചെയിൻ. ഇപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര നല്ലൊരു ഐഡിയ ആണ്. കാരണം ഈ ലോക്കറ്റ് ഗോൾഡ് ചെയിൻ്റെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. പ്രശ്നം ഇതേ ഉള്ളൂ, തല വഴി ഇടാനേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ഇടാൻ പറ്റില്ല. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കൊളുത്തുള്ള 2 ചെയിൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ, നോ പ്രോബ്ലം. അതായത് ഇപ്പം 6 പിടി ചെയിനിൻ്റെയോ അല്ലെ ഒരു 5 പിടിയുടെ ഇങ്ങനെ 2 ഇത് എനിക്ക് തോന്നുന്നു 1 2 3 4 ഇത് 4 പിടിയേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഇടാൻ പറ്റുന്ന ചെയിനുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് തന്നെ മേടിച്ചിരിക്കുന്ന അങ്ങനെ നല്ല മാലകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ KI12 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, 1170 കേട്ടോ, 1170. അടുത്തത് KI14 ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു മയിലിൻ്റെ സെറ്റാണ്. KI14 നോക്കിക്ക്, ഇതിൻ്റെ സ്റ്റോൺസ് ഒക്കെ കണ്ടോ, ആ ഡാൻസിങ് പീകോക്ക് ആണിത്. ആ മയിൽ ഇങ്ങനെ പീലി വിടർത്തിയുള്ള മയിൽ. ആ മയിലിൻ്റെ ഈ കഴുത്ത് ഭാഗത്ത് ഫുള്ള് സ്റ്റോൺസ് വന്നിട്ട് മേളിൽ ഫുള്ളും ആ ഒരു പീലിയിൽ ഫുള്ളും AD സ്റ്റോൺസ് ആണ്. താഴോട്ട് ദേ ഈ ബ്ലാക്ക് ബീഡ്സും ഗോൾഡ് ഉംഗ്രു ബീഡ്സും ഗോൾഡ് ആൻഡ് പിങ്കിൻ്റെ എന്താ പറയട്ടെ ഗ്രീനിൻ്റെ മിക്സ് ആയിട്ടുള്ള പീകോക്കാണ് കേട്ടോ. വിന്ധ്യ ഹൈ KI14 ആണ്, 1490. ഇതും ദേ ഇങ്ങനത്തെ നമ്മുടെ കോളത്തിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊരിയെടുക്കാം കേട്ടോ. ഇത് 6 പിടി വിത്ത് പെൻഡൻ്റ് ആണ്, 6 പിടി വിത്ത് പെൻഡൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ കഴുത്ത് വട്ടം കിടന്നിട്ട് ഇങ്ങനെ പെൻഡൻറ്റ് വെക്കേണ്ടവർക്ക് ഇതൊക്കെ ഓപ്റ്റ് ചെയ്യാം. സജനെ ഞാൻ കാണുന്നു. ഈ 6 പിടി മാലകൾ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ സജനയെ വരത്തുള്ളൂ, എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം സജന 6 പിടിയുടെ ആളാണ്. KI14 ആണ്, നോക്കിക്കേ, ഇതാണ് സ്റ്റഡ്, നല്ല പീകോക്ക് സ്റ്റഡാണ്, 1490 കേട്ടോ. KI14 നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. പീകോക്കിൻ്റെ സെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിരിഞ്ഞ് നിൽക്കും. ഈ ലോക്കറ്റ് നിങ്ങൾക്ക് വേറെ മാലകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മിക്ക മാലകളും ഇന്നത്തെ ഞാൻ ലൈവിൽ കാണിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാം ഒന്നും ഫിക്സ്ഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഊരിയെടുത്ത് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ചെയിനിലൊക്കെ എടുത്തിടാം കേട്ടോ. കയറുവിരി ചെയിൻ ഷൈജ രവി ഉണ്ട്. നമുക്ക് ഇനി സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കയറുവിരി പല ടൈപ്പിൽ വരുന്നുണ്ട്. അതായത് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ ലൈവ് ഉണ്ടാവും കേട്ടോ. കരിമണി സിമ്പിൾ ചെയിൻസ് കുറേ അധികം പേര് നമ്മളെ പിൻ ചെയ്യുന്നുണ്ട്. പുതിയ കരിമണി സിമ്പിൾ ചെയിൻസ് കൊണ്ടുവന്ന് ഒത്തിരി അധികം പേര് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഉടനെ തന്നെ സിമ്പിൾ ചെയിൻസിൻ്റെ ലൈവ് ഉണ്ടാവും. അതിപ്പം നമ്മൾ എനിക്ക് പെട്ടെന്ന് തന്നെ കോഴിക്കോട് ഭാഷ നമ്മൾ വരുന്നതായിരുന്നേ. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27, 28 എന്ന് പറയുമ്പോൾ ശനി ഞായറും ആണ്. അതെന്ന് പറയുമ്പം മന്തെൻഡുമാണ്. നമ്മൾ പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല, ഭയൂരയിൽ അങ്ങനെ നമ്മൾ മന്തെൻഡ് ലൈവ് ചെയ്യാറില്ല. കാരണം മിക്കവർക്കും ഈ സാലറിയുടെ പ്രശ്നങ്ങളും സാലറി വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് കാരണം നമ്മളങ്ങനെ മന്തെൻഡ് നമ്മൾ ലൈവ് ചെയ്യാറില്ല. അപ്പം മാക്സിമം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്കേ ചെയ്യത്തുള്ളൂ. അതായത് ഒരു 4-5 ജൂലൈ 4-5 ആ സമയത്തൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. കാരണം അല്ലെ എല്ലാവർക്കും സാലറി ഒക്കെ ഇല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം എന്നാലും നമ്മൾ ഉടനെ തന്നെ സിമ്പിൾ ചെയിൻസ് ലൈവ് ചെയ്യും കേട്ടോ. സിമ്പിൾ ചെയിൻസ്, സിമ്പിൾ ഇയറിങ്സ്, സിമ്പിൾ ബാംഗിൾസ്, ഇതൊന്നും നമ്മൾ വിടത്തില്ല. ഓക്കെ, അപ്പോൾ KI14 ആണത്, 1490, 1490. അടുത്തത് KI15 ആണ്, 570 rupees. ഞാൻ മുന്നേ കാണിച്ച ഗ്രീൻ സ്റ്റോണില്ലേ, ആ ഗ്രീൻ സ്റ്റോണിൻ്റെ തന്നെ നല്ല പിങ്ക് സ്റ്റോൺ, അത് തന്നെ സെയിം സാധനം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പെൻഡൻറ്റ് മാത്രം മാറുന്നതേ ഉള്ളൂ. ഈ പെൻഡൻറ്റും നിങ്ങൾക്ക് അങ്ങനെ മാറ്റാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള തീരെ തിന്നായിട്ടുള്ള ഇങ്ങനത്തെ ചെയിൻ ഇല്ലേ, ഈ കഴുത്തേൽ ഇങ്ങനെ കിടക്കുന്ന തീരെ തിന്നായിട്ടുള്ള ചെയിൻ ഉണ്ട്. ഈ പഴുതാര ചെയിൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ചെയിൻ ഉണ്ടല്ലോ, അല്ല പഴുതാര ചെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് തോന്നുന്നില്ല, അത് കുറച്ച് കട്ട് ചെയ്യാൻ തോന്നുന്നു, എനിക്കറിയില്ല. തീരെ നൈസായിട്ടുള്ള ചെയിൻ ഉണ്ട്. ഇപ്പോൾ ബോക്സ് ചെയിൻസ് എന്നൊക്കെ പറയുന്ന തീരെ കട്ടി കുറഞ്ഞ ചെയിൻ ഉണ്ട്. ആ ചെയിനൊക്കെ ഇതുപോലത്തെ കുട്ടി ലോക്കറ്റിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. വലിയ ചക്ക മാലയുടെ കൂട്ടത്തിൽ ഒന്നും ചേരത്തില്ല. തിന്നായിട്ടുള്ള ചെയിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഒരു കുട്ടി ഒരു പെൻഡന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ, പിള്ളേർക്കൊക്കെ നല്ലതായിരിക്കും. KI15, 570 rupees. പെൻഡന്റ് മാത്രമായിട്ട് കിട്ടത്തില്ല, മാല മാത്രമായിട്ടും കിട്ടത്തില്ല. അതുപോലത്തെ ചോദ്യങ്ങൾ ഒഴിവാക്കണേ. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ പെൻഡന്റ് ആൻഡ് ചെയിൻ കളക്ഷൻസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു, ഇതിന്റെ പെൻഡന്റ് മാത്രം കിട്ടുമോ, അതിന്റെ ചെയിൻ മാത്രം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് നമുക്കുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ സെറ്റായിട്ട് കാണിക്കുമ്പോൾ സെറ്റായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. KI15 ആണിത്, 570, 570. മഞ്ജു പ്രസാദ് താങ്ക് യു, 570 KI15. അടുത്തത് KI16 ആണ്, 1390 rupees. ഇത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ചുട്ടിയാണ്, പാലക്ക ചുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഷേപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ ആ പേര് കൊടുത്തത്. അതൊരു റോംബസ് ഡിസൈനിലുള്ള
ഒരു ഷേപ്പ് വന്നത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. KI 16 ആണ് 1390. KI 16 ആണ്. KI 16 ആണ് 1390. നോക്കിക്കേ, KI 16 16ാമത്തെ കോഡാണ് 1390. ദേ പെൻഡന്റ് ഞാൻ കാണിക്കാം. നല്ല കരിമ്പച്ചയാണ്, ബ്ലാക്ക് ആണ് തെറ്റിദ്ധരിക്കരുത്. നല്ല കരിമ്പച്ച, മേളിലും നല്ല ഗ്രീൻ സ്റ്റോൺ, താഴെ കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഗ്രീൻ സ്റ്റോൺ ആണ്. നല്ല പച്ചയാണ്. ഈ ഒരു ഷെയ്ഡിൽ കണ്ടാലേ നിങ്ങൾക്ക് പച്ച മനസ്സിലാകത്തുള്ളൂ. നേരെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പച്ചയായിട്ട് ഷെയ്ഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. KI 16 ആണ് 16ാമത്തെ കോഡാണ് 1390. ഇതും ഊരി മാറ്റാൻ പറ്റുന്ന പെൻഡന്റ് ആണ്. KI 16 16ാമത്തെ കോഡാണ് 1390, 1390 രൂപ. ഇത് നോർമൽ ഗോൾഡ് ഫിനിഷ് ആണ് കേട്ടോ. ഇത് നോർമൽ ഗോൾഡ് ഫിനിഷ് ആണ്. ഈ പെൻഡന്റ് നോർമൽ ഗോൾഡ് ഫിനിഷ് ആണ്, ചെട്ടിനാടല്ല. അടുത്തത് KI 17 ആണ്. ഇത് നമ്മളുടെ വൺ ഓഫ് ദ ഷോ സ്റ്റോപ്പർ ആണ് ഇന്നത്തെ ലൈവില്. ഇത് നരസിംഹമൂർത്തിയുടെ ലോക്കറ്റ് ആണ് കേട്ടോ. നരസിംഹമൂർത്തിയുടെ പെൻഡന്റ് വരുന്ന ഒരു ലോക്കറ്റാണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. നോക്കിക്കേ, ഒരു ഭയങ്കര ക്ലാസി ഡിസൈൻ ആണ്. അതിൻ്റെ മേളിൽ ഫുള്ള് നല്ല ഗ്രീൻ വൈറ്റ് സ്റ്റോൺസ്, അപ്പുറത്തും ഇപ്പുറത്തും ഇതായത് നല്ല റൂബി സ്റ്റോൺസ്. ഇത്ര നല്ല വലിയ പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഡബിൾ ലെയറിലാണ് ചെയിൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ചെയിൻ ആണ് വന്നിരിക്കുന്നത്. 1490 റുപ്പീസ്. ദേ രണ്ട് ലെയറാണ്. സെയിം മാല തന്നെ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒറ്റ ലെയറിന്റെ മാല നമ്മൾ രണ്ടായിട്ട് ഇട്ടിരിക്കുന്നു, അതേ ഉള്ളൂ. കാരണം കുറച്ച് വലിയ പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നല്ല അതിനൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇതിന് മാച്ചിങ് ആയിട്ട് ഇയറിംഗും ഉണ്ട്. 1490. ഇതേ KI 17 1490. KI 17 17ാമത്തെ കോഡാണ് 1490. KI 17 കേട്ടോ, 17ാമത്തെ കോഡ് KI 17 1490. ഇത് അത്യാവശ്യം നല്ല വലിയ മാലയാണ് കേട്ടോ. അതേ ഗ്രാൻഡ് മാലയാണ്. അതേ ഇങ്ങനെ ഇട്ടാൽ മതി, ഒറ്റ മാല മതി, നല്ല ഗ്രാൻഡായിട്ട് കിടന്നോളും കേട്ടോ. ഗുഡ് ഈവനിങ് ഷാരു. KI 17. അടുത്തത് KI 18 ആണ് 890 റുപ്പീസ്. ഇതൊരു 6 പിടി സെറ്റാണ്. 6 പിടി വിത്ത് ലോക്കറ്റ് വരുമ്പോഴത്തേക്കും 7 പിടി വരും. ഓക്കെ, KI 18 ആണിത്. 890 റുപ്പീസ്. KI 18 890. KI 18 ആണ് 890 റുപ്പീസ് കേട്ടോ. 18ാമത്തെ കോഡാണ് 890 റുപ്പീസ്. KI 18 890. 890. KI 18 ആണ് 890 റുപ്പീസ്. ഇത് വന്നിട്ട് ഒരു നമ്മുടെ നോർമൽ ഒരു പേസ്ലി ഡിസൈൻ ആണ്. പേസ്ലി എന്ന് ഞാൻ പറയുന്നത് മാങ്ങ ഡിസൈൻ തന്നെയാണ്. ഞാൻ പേസ്ലി എന്ന് പറയുന്നതേ ഉള്ളൂ. മാങ്ങ ഡിസൈനിൽ നടുക്കായിട്ട് കാണുന്നുണ്ടോ? നടുക്കായിട്ട് ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുണ്ട്. ഒരു ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള മാലയാണ്. അതായത് കരിമണി ചെയിൻസിന്റെ ഒരുപാട് ലെയർ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് അതിന്റെ നടുക്കായിട്ട് പെൻഡന്റ്. അയ്യോ, ഒരു മിനിറ്റ്, ഞാനൊരു മാല ഒന്ന് ഫിക്സ് ചെയ്തോട്ടെ. KI 18 ആണ് 890. ഇത് തന്നെയാണ് കേട്ടോ പെൻഡന്റ്. കുറച്ചും കൂടെ വലിപ്പം വരുന്നതേ ഉള്ളൂ. ചുറ്റും റൂബി ബീഡ്സ് വന്നിട്ട് നടുക്ക് എമറാൾഡ്. KI 18 ആണ് 890. 890 കേട്ടോ. അടുത്തത് KI 19 ആണ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു നല്ല ഒരു ഫ്ലവർ കൈൻഡ് ഡിസൈൻ ആണ്. അതിൽ നല്ല ഗ്രീൻ സ്റ്റോൺസ് ആണ് കേട്ടോ. 8 പിടിയിൽ പെൻഡന്റ് ആണ്. ഇതാണ് പെൻഡന്റ്, സ്റ്റഡ്. KI 19 ആണ് 990 റുപ്പീസ് ഉള്ളി. 990 രൂപ, 990 റുപ്പീസ്. മഞ്ജു പ്രസാദ് ഓർഡർ
കോഡ് എവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യം എന്നാ, കോഡ് മെൻഷൻ ചെയ്താൽ മതി വാട്സാപ്പിൽ, റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. മഞ്ജു പ്രസാദ് ഓർഡർ എവിടെയാണ് ഓർഡർ ക്ലിക്ക് ചെയ്തത് ഒന്ന് പറയോ? ഈ ഓപ്പൺ ലിങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് താഴെ പറയുന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. അവിടെ ഈ ഞാൻ പറയുന്ന കോഡ് മെൻഷൻ ചെയ്താൽ മതി, ലൈവ് കഴിഞ്ഞിട്ട് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 19ാമത്തെ കോഡാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത്. 990 റുപ്പീസ്, 990 റുപ്പീസ്. കോഡ് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. പ്രത്യേകം പറയുന്നു, കോഡ് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യണം. ഇനി ഞാനിപ്പം വേണമെങ്കിൽ ഇവിടെ വല്ലതും ഞാൻ പ്ലീസ് മെൻഷൻ ദ കോഡ് എന്ന് വല്ലതും പറഞ്ഞു വെക്കണം. കാരണം അല്ലെങ്കിൽ മിക്കവരും ഫോട്ടോസ് എടുത്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് കോഡ് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. അത് വേറെ ഒന്നിനും അല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സാധനം ചിലപ്പം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് സിമിലർ ആയിട്ടുള്ള കളക്ഷൻസ് ഇപ്പൊ ഇതുപോലത്തെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ കരിമണിമാലകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ ചെയിൻസ് സ്റ്റഡ്സ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വളയൊക്കെ വരുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അങ്ങനെ എടുത്തതാണ് കോഡ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ മാത്രമല്ല നമ്മൾ ഈ നമുക്ക് ഓർഡർ പ്രോസസ്സ് ചെയ്യുമ്പോഴും അതാണ് കുറച്ചും കൂടെ എളുപ്പം. 19ാമത്തേതാണിത്, 990 റുപ്പീസ് കേട്ടോ, 990. അടുത്തത് KI20 ആണ്. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ചെട്ടനാട് ഫിനിഷിലുള്ള ഒരു ദേവി പെൻഡന്റ് ആണ്. അമൃത പെശോക് ഹായ്ഡ, മയൂരലക്ഷ്മി പെൻഡന്റ് ആണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇറങ്ങില്ല, നോർമൽ ആയിട്ടുള്ള പെൻഡന്റ് ആണ്. ഇത് ചെട്ടനാട് മാറ്റ് ഫിനിഷ് ആണ്. ചെട്ടനാട് മാറ്റ് ഫിനിഷ് ആണ്. ഇന്നത്തെ ലൈവിൽ നമ്മളെല്ലാം കാണിക്കുന്നുണ്ട്. നോർമൽ ഗോൾഡിന്റെ ഉണ്ട്, ചെട്ടനാട് മാറ്റ് ഫിനിഷിന്റെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെട്ടനാട് മാറ്റ് ഫിനിഷ് ഉണ്ട്, ആന്റിക് ഉണ്ട്, ചെട്ടനാട് ഫിനിഷ് ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ ഗോൾഡ് ഫിനിഷ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ KI20 ആണിത്, 990 റുപ്പീസ്. KI20 20ാമത്തെ കോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ബീഡ്സും വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ബീഡ്സ് വരുന്നുണ്ട്. KI20 20ാമത്തെ കോഡാണ്, 990 റുപ്പീസ്. KI20. അടുത്തത് KI21 ആണ്. ഇത് തിരുപ്പതി ബാലാജിയുടെ പെൻഡന്റ് ആണ്. തിരുപ്പതി ബാലാജിയുടെ പെൻഡന്റ് KI21 ആണ്. 21ാമത്തെ കോഡാണ്, 990. KI21. KI21 ആണ്, 990. തിരുപ്പതി ബാലാജിയുടെ പെൻഡന്റ് വിത്ത് സ്റ്റഡ്, 990 റുപ്പീസ്. നോക്കിക്കേ, 990 റുപ്പീസ്. പെൻഡന്റ് ഇതാണ്. KI21 ആണ്, 990 റുപ്പീസ്. തിരുപ്പതി ബാലാജിയുടെ പെൻഡന്റ്. അപ്പുറത്തും ഇപ്പുറത്തും ശംഖും ചക്രവും ഉണ്ട്, നടുക്ക് നാമം, ഭഗവാന്റെ നാമം ഉണ്ട്. KI21 ആണ്. പാദസരം ഉടനെ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഉണ്ട് അമിത, ഓൾറെഡി നമ്മുടെ കയ്യിൽ പാദസരത്തിന്റെ കളക്ഷൻസ് ഉണ്ട്. അമിതയുടെ പാദസരത്തിന്റെ സൈസ് നമ്മളെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പിക്സ് അയച്ചു തരാം കേട്ടോ. KI21. അടുത്തത് KI22 ആണ്. ഇത് നല്ലൊരു ഗണപതി പെൻഡന്റ് ആണ്. എഗെയിൻ ഇതും 6 പിടി ചെയിൻ ആണ്. നോക്കിയേ, അതിന്റെ ഫിനിഷ് കണ്ടോ, നോക്കിക്കേ, ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഗീത ഹരികുമാർ 22ാമത്തെ സെറ്റായി മാം. ഇനി ഇപ്പൊ 10 എണ്ണം കൂടെ ഉള്ളൂ. KI22 ആണ്, 990. സാരമില്ല, ലൈവ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കണ്ടാൽ മതി. ഇതിന്റെയൊക്കെ ചെയിൻ കണ്ടോ, നല്ല ഭംഗിയാണ്. നോക്കിയാൽ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇത് 6 പിടി വിത്ത് പെൻഡന്റ് ആണ്. അതായത് ഏകദേശം 7 പിടിയോളം വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവിന് നമ്മൾ കൂടുതലും 10 പിടിയായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്രാവശ്യം അതിന്റെ കേട് തീർക്കാൻ നമ്മൾ എല്ലാം 8 പിടിയും 6 പിടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 6 പിടി വിത്ത് പെൻഡന്റും കൂടെ വരുമ്പോൾ 7 പിടിയിലോട്ട് വരും കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. മുന്നേ കാണിച്ചതൊക്കെ ഇവിടെയായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. 6 പിടി വിത്ത് പെൻഡന്റ് എന്ന് പറയുമ്പോൾ അവിടെയാണ്. ഉദയദാസ് ഹായ്. കുട്ടികൾക്ക് പറ്റിയതുണ്ടോ? കുട്ടികൾക്ക് പറ്റിയത് ഞാൻ 2 കുട്ടി ഇതിന്റെ ഞാൻ കാണിച്ചിരുന്നു. അല്ലാത്തതൊക്കെ കാണിച്ചിട്ടുണ്ടോ അമിത? പാദസരമാണോ? പാദസരം കുട്ടികൾക്ക് പറ്റിയത് അങ്ങനെയില്ല. ലാസ്റ്റ് വീക്ക് കഥകളി മാല വാങ്ങി, ഇതുവരെ വന്നില്ല. അമ്പിളി ഗോപിനാഥ് മെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നോ? മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിലിലേക്ക് എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഫോണിലേക്കാണെങ്കിലും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ മെയിൽ ID നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൽ കിട്ടുന്നതായിരിക്കും. 2 to 3 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് പ്രോസസ്സിങ്ങിന്. 2 to 3 വർക്കിംഗ് ഡേയ്സ് എങ്കിലും എടുക്കും. ആ 2 to 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ വെള്ളിയാഴ്ചയാണ് ലൈവ് എന്നുണ്ടെങ്കിൽ വെള്ളിയും ശനിയും കഴിഞ്ഞ് നമ്മൾ മൺഡേ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വിടും.
ഓക്കെ. മൺഡേ അല്ലെങ്കിൽ മാക്സിമം ട്യൂസ്ഡേ, അതുകൊണ്ടാണ് ഞാൻ 2 to 3 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞത്. നമുക്ക് സൺഡേ നമ്മൾ വർക്കിംഗ് അല്ല, ഐ മീൻ അത് നമ്മൾ പ്രോസസ്സിങ് അന്ന് നമ്മൾ എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം ട്യൂസ്ഡേക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അപ്പോൾ മെയിലായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ മെയിലിലേക്ക് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മയൂര എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ മയൂരയുടെ നിങ്ങൾ ചിലപ്പോൾ സ്പാമിലൊക്കെ പോകുന്നത് കാരണം നിങ്ങളുടെ ഇൻബോക്സ് ചിലപ്പോൾ വന്ന് കിടക്കില്ല. അപ്പം മയൂര എന്നുള്ള ഓക്കെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയെങ്കിൽ അപ്പം കൊറിയറിന് ഡിലേ ആയിരിക്കും കേട്ടോ അമ്പിളി. അത് കൊറിയർ ഡിലേ ആയിരിക്കും. കാരണം അതാ ഞാൻ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കൊറിയറിന്റെ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഡിലേ നമുക്ക് അൺകൺട്രോളബിൾ ആണ്. കാരണം അവർ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റാഫ് അവൈലബിൾ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ മഴ കാരണം അവർ ചിലപ്പം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാരണം ആയിരിക്കും ഡിലേ ആവുന്നത്. പക്ഷെ ഉറപ്പായിട്ടും സാധനം എത്തും. നമുക്ക് ട്രാക്കിങ്സ് ഉണ്ട്, നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മിസ്സാവത്തോ അങ്ങനെ ഒന്നുമില്ല. അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അമ്പിളി. KI 22,990. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി, കൊറിയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒപ്പം ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. KI 22 ആണിത്, 990 rupees കേട്ടോ. അടുത്തത് KI 23 ആണ്. ഇത് ഒരു അഗെയിൻ ഗണപതി പെൻഡന്റ് തന്നെയാണ്, പക്ഷെ ഇത് ഫുള്ളി സ്റ്റോൺസ് വരുന്ന ഒരു ഗണപതി പെൻഡന്റ് ആണ്. KI 23 ആണ്, 1370. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊറിയർ നമ്മളുടെ കൊറിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് ചില കേസുകളിൽ പെട്ടെന്ന് കിട്ടും, ചില കേസുകളിൽ താമസിക്കും. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് എല്ലാ പ്രാവശ്യവും കൊറിയർ ചെയ്യുമ്പോഴും പെട്ടെന്ന് അതായത് ഇപ്പം ഞാൻ പറയട്ടെ, വെള്ളിയാഴ്ചത്തെ ലൈവ് കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പം നമ്മൾ തിങ്കളാഴ്ച ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിട്ട് സാധനം കൈ കിട്ടും. അപ്പം അങ്ങനെ പെട്ടെന്ന് സാധനം കൈ കിട്ടി ഒരു കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അങ്ങ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അയ്യോ എന്ത് പറ്റിയെന്ന് അങ്ങനെ നമ്മളോട് ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. അയ്യോ സാധാരണ ഇത്രയും ഡിലേ ആവുന്നതല്ലോ, ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവരുണ്ട്. അത് സന്തോഷമുള്ളൂ, കാരണം നമ്മുടെ ഐറ്റം പെട്ടെന്ന് കൈ കിട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാനിത് പറയണം, നമ്മളിങ്ങനെ ഒരു ഇതിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം കൊറിയറിന്റെ ആൾക്കാരാണ്, ഇപ്പം നമ്മൾ തന്നെയാണ് അതും ഡീൽ ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. കൊറിയറിന്റെ ആൾക്കാരാണ്, നമുക്ക് പുഷ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എങ്കിലും നമ്മൾ ചിലരെയൊക്കെ ഞാൻ ഇങ്ങനെ നല്ല വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്തു അല്ല അറ്റംപ്റ്റ് ചെയ്തു, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആളിനെ കണ്ടില്ല എന്നൊക്കെ ചുമ്മാ അടിച്ചു വിടും ഈ കൊറിയറുകാർ. സത്യം എന്താണെന്ന് വെച്ചാൽ ഇവർ വിളിക്കത്തില്ല, അവന്മാർക്ക് അവിടെ ചെല്ലാൻ പറ്റുകയില്ല. അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങ് ഇട്ടേക്കുക. ഞാൻ ഒരു പ്രാവശ്യം ഒരുത്തനെ വിളിച്ച് ഞാൻ നല്ല ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ സാധനം കൊണ്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയാ മാഡം ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, നാളെ വരാൻ പറ്റത്തുള്ള കാര്യം വിളിച്ച് പറയുക. നിങ്ങൾ എന്തിനാ ഞങ്ങൾ പോയപ്പോൾ ആൾ അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ലപോലെ ചീത്ത വിളിച്ചു. പക്ഷെ നമുക്ക് ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ഇവരോട് പറയാൻ പറ്റത്തില്ല. അവർ വേറെ കൊറിയറിന്റെ ആൾക്കാരാണ്, ചിലപ്പോൾ സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകണം. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് കാരണം അത് അത്രയും ഞാൻ ചീത്ത വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവർ അന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വെളുപ്പിനെ എങ്ങാണ്ടോ എബ്രോഡ് പോകുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു. പെട്ടെന്ന് സാധനം കിട്ടണം. ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്തു, ആളില്ല, ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ ആളില്ല എന്ന് തന്നെ ഫേക്ക് ഡെലിവറി അറ്റംപ്റ്റ്സ് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ ഗതികെട്ട് വിളിച്ചു പോയതാണ്. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം അമ്പിളി, നമുക്ക് നോക്കാം, ട്രാക്ക് ചെയ്യാം. എക്സ്പെക്റ്റഡ് വർക്കിംഗ് ഡേക്കും കുറച്ചും കൂടെ കഴിഞ്ഞു എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളത് ടേക്കപ്പ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇത് 23 ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നോക്കിക്കേ, ഗണപതിയാണ്, അതിൽ ഫുള്ളും റൂബി സ്റ്റോൺസ് വരുന്നു. താഴെയായിട്ട് നല്ല കുന്തൻ സ്റ്റോൺസ് ആണ്, ഗോൾഡ് ബീഡ്സ് വരുന്ന മറ്റേ വൈറ്റ് കളർ പേൾ കളർ, റിയൽ പേൾ അല്ല, ഗ്യാരണ്ടീഡ് പേൾ ഹാങ്ങിങ്സ് വരുന്നു. എന്നിട്ട് മേളിലായിട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കരിമണി ചെയിൻസുമാണ് വന്നിരിക്കുന്നത്. KI 23 ആണ്, 1370. നിങ്ങൾ ആരെങ്കിലും അതിരടി പടം കണ്ടോ? പടം എനിക്ക് ചിലപ്പം കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമായിരിക്കും. കാരണം അതുപോലത്തെ ഫങ്ഷൻസ് ഒക്കെ, അതായത് ഈ അസ്യൂർ, ഇപ്പം ഞാൻ അമൽജ്യോതിയിലായിരുന്നു, അസ്യൂർ അവിടെ ഉണ്ട്, IIT CET രാഘവാന്ന് തോന്നുന്നു, അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഫിസാറ്റിൽ ഭരതം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളുള്ള കോളേജുണ്ട്. അപ്പം പരിപാടികൾ നടത്താൻ വേണ്ടി ഓടി നടക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ആ പടം എന്നാണെന്നറിയോ, ഷാനിക്ക, അയ്യോ എന്ത് പടമെന്നറിയോ, എനിക്കറിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് ഷാനിക്കനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ആ ഒരു കോമഡി നമുക്ക് ഭയങ്കര, പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന ടോട്ടലി പുള്ളിക്കാരൻ നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ ആണോ സരിഗമപ്പ നമ്മുടെ ഇതിനകത്തുള്ള സി കേരളത്തിനകത്തുള്ള സരിഗമപ്പായ്ക്കകത്ത് നമ്മുടെ ഷാൻ റഹ്മാനും അവൻ്റെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി പുള്ളിയുടെ പേര്, മറക്കാൻ പാടില്ല. പുള്ളിയുടെ ശരിക്കുള്ള പേര് അനിൽ ജോസഫാണ്, പക്ഷെ ശരിക്കുള്ള പേര് എനിക്ക് മറന്നുപോയി. ജീവയും തമ്മിലുള്ള ആ ഗിവ് ആൻഡ് ടേക്കും സംസാരമൊക്കെ അപ്പോഴേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒത്തിരി വ്യൂസ് പോയതല്ലേ അവരുടെ ആ സംഭവം. ഫേസ്ബുക്കിനകത്തൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ഞാൻ ഇരുന്നിരുന്ന് കാണും.
അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ സംസാരവും ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോഴുള്ള കെമിസ്ട്രിയൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഈ പടത്തിനകത്ത് ഒരു രക്ഷയില്ല കേട്ടോ, നിങ്ങൾ ചുമ്മാ കാണണം. അത് പടത്തിൻ്റെ ആ കുറച്ച് ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ വരുന്നത്, വിനീത് ശ്രീനിവാസനും ഷാനും വരുന്നത്. പക്ഷെ ഭയങ്കര പടം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് ചിരിക്കാം. അങ്ങനെ ചിലപ്പം വലിയ ലോജിക്കൊന്നും കാണില്ല, പക്ഷെ ചുമ്മാ ഇരുന്ന് ചിരിക്കാം. ഇപ്പൊ കുറെ കട്ട്സ് ഒക്കെ ഇങ്ങനെ FB വരുന്നുണ്ട്, ഞാനത് ഇപ്പൊ കണ്ടിട്ടാണ് കയറി, അതാണ് ഞാൻ ഇപ്പൊ ലൈവിൽ പറഞ്ഞത്. ചുമ്മാ ഇരുന്ന് കാണാം, എല്ലാവരും ചിരിക്കാൻ പറ്റും. KI-23 1370 കേട്ടോ, 1370 KI-23. അടുത്തത് KI-24 ആണ്. ഇതും ഞാൻ മുന്നേ കാണിച്ചിരുന്നു, ഞാൻ അവൻ പറഞ്ഞില്ലേ മേളില് പീകോക്കിന്റെ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തന്നെ ഫുൾ റൂബിയുടെ ആണ്. ഇതിന്റെ തന്നെ റൂബി ആൻഡ് പെൻഡന്റ്, റൂബി ആൻഡ് എമറാൾഡിന്റെ ആണ് ഞാൻ ആദ്യമേ കാണിച്ചത്. അതിന്റെ തന്നെ ഫുൾ റൂബിയുടെ ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. KI-24 ആണ്, 990. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും ഉണ്ട്. സ്റ്റഡ് കുട്ടി സ്റ്റഡാണ്, ഇങ്ങനത്തെ സ്റ്റഡാണ് കേട്ടോ. മാച്ചിങ് ആയിട്ട് ചെറിയൊരു പീകോക്കിന്റെ സ്റ്റഡാണ്. KI-23 23ാമത്തെ കോഡാണ്, സോറി 24ാമത്തെ കോഡാണ് 990. KI-24 990 24ാമത്തെ കോഡാണ് 990. KI-24 24. അടുത്തത് KI-25 ആണ്, 590. KI-25 ആണ്, 590. ഇത് നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിരുന്ന ഡിസൈൻസ് പോലെ തന്നെയുള്ള KI-25 ആണിത്. KI-25 സോറി KI-25 അല്ലേ, KI-25 ആണിത്. 590 റുപ്പീസ് ആണിത്. 590 രൂപയാണ്. KI-25 ആണ്, 590 റുപ്പീസ് കേട്ടോ. KI-25 നോക്കിക്കേ, പെൻഡന്റ് ഇതാണ്, ചെറിയൊരു ഫ്ലവർ, അതും ജസ്റ്റ് റൂബി ആൻഡ് വൈറ്റ് കളർ മാത്രം വരുന്ന ഒരു ഫ്ലവർ ആണ്. 25ാമത്തതാണ് 590. 25ാമത്തെ കോഡാണ് 590 റുപ്പീസ്. KI-25 25ാമത്തെ കോഡാണ് 590 കേട്ടോ. KI-25. അടുത്തത് KI-26 ആണ്. അതേ സെയിം മാല തന്നെ, അതിന്റെ തന്നെ കളർ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ്. KI-26 ആണ്, അഗെയിൻ 590. ഇത് ഇതുപോലെ ചുറ്റും ഗ്രീൻ സ്റ്റോൺസും കൂടെ വരുന്നുണ്ട്. KI-26 ആണ്, സെയിം റേറ്റ് ആണ് 590. KI-26 590 റുപ്പീസ് കേട്ടോ. KI-26 ആണ്, 590 റുപ്പീസ്. അർച്ചന ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്ത് 2 താലിയുള്ള ഡെയിലി വെയർ ചെയിൻ അടിപൊളിയായിട്ടുണ്ട്, ക്വാളിറ്റി സൂപ്പർ, ഒന്നും പറയാനില്ല. അച്ചു സിംപ്ലി സൂപ്പർ, താങ്ക് യു സിമി, താങ്ക് യു സോ മച്ച്. KI-26 ആണ്, 590 റുപ്പീസ് കേട്ടോ. 590 ഓക്കെ. അടുത്തത് KI-27 ആണ്. ഇത് വന്നിട്ട് നമ്മളുടെ ഇതുപോലെ തന്നെ നമ്മളുടെ ഇതുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചതിനകത്ത് ഈ മാലയൊന്നും മാല ഊരി എടുക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കൊളുത്ത് ഊരി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ല കേട്ടോ. ഒത്തിരി പറ്റും, പക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകണ്ട. കാരണം ഇതിങ്ങനെ ഈ ഒരു ത്രെഡ് പോലത്തെ സാധനത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഊരാൻ പറ്റില്ല. അപ്പോൾ 25ഉം 26 ഊരി എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇത് ഊരി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പെൻഡന്റ് ഫിക്സ്ഡ് ആണ്. KI-27 ഞാനിത് പറയാൻ കാരണം ഇതിന് മുന്നത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഊരി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ വല്ലതും വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് നമ്മളോടൊന്ന് ചോദിക്കുക, ഊരി എടുക്കാൻ പറ്റുന്നതാണല്ലോ അല്ലെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. അവസാനം സാധനം കൈ കിട്ടിയിട്ട് നിങ്ങൾ അർച്ചന ലൈവിൽ പറഞ്ഞിരുന്നു ഊരി എടുക്കാമെന്ന്, പക്ഷെ ഇത് ഊരി എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊന്നും ചോദിക്കരുതേ. അങ്ങനെ ഊരി എടുത്ത് വേറെ ഇടാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. ഇപ്പം ഞാൻ ലൈവിൽ കാണിച്ച കുറേ എണ്ണം ഊരി എടുക്കാൻ പറ്റും. അപ്പം അതുപോലെ ഏതെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്കൊന്ന് തോന്നുന്നു വേറെ ഒരെണ്ണം കൂടെ ഞാൻ അതെ ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ കാണിച്ചിരുന്നു. ഇല്ലേ, ഇതുപോലത്തെ ഞാൻ ഒരെണ്ണം കാണിച്ചിരുന്നു. ഇത് ഊരാൻ പറ്റത്തില്ല കേട്ടോ, ഇത് ഊരാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. 27 ആണ് ഇതിന്റെ കോഡ്. KI-27 ആണ്, 1170. ഇത് ഈ റേറ്റ് വരാൻ കാരണം ഇത് ഫുള്ള് സ്റ്റോൺസ് ആണ്. നോക്കിക്കേ, ഫുള്ള് സ്റ്റോൺസ് ആണ്. അതിന്റെ മേളിലുള്ള ഇത് മുഴുവനും ഈ ഒരു ബീഡ്സ് മുഴുവൻ വന്നിരിക്കുന്ന ഒട്ടിച്ച് വെച്ചിരിക്കുന്നതല്ല. അതാണ് ഞാൻ ആ റേറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. നമുക്ക് ചുമ്മാ നമ്മൾ റേറ്റ് കൊടുക്കുന്നതല്ല എന്ന് പറയുന്നത്. ഇത് ഫുള്ളും ഹാൻഡ് വർക്കാണ്, ഫുൾ ഹാൻഡ് വർക്കാണ്. ഇതിന്റെ സ്റ്റോൺസ് ഫുള്ള് വന്നിട്ട് ഈ ഒരു മേളി വന്നിരിക്കുന്ന ബീഡ്സ് കണ്ടോ, ഇത് വന്നിട്ട് നിങ്ങൾ ക്ലോസപ്പിൽ കാണിക്കാം. ആ ചുറ്റി ഇതിന്റെ നേരെ താഴെയുള്ള ഈ ഒരു വട്ടം എന്ന് പറയുന്നത് ഈ ഒരു ചെയിൻ, ഇവിടെ ഒരു നമ്മുടെ ഈ ജ്വല്ലറി വയർ പോലത്തെ ഉള്ള ഒരു ഇത് നോട്ട് ഇട്ടിട്ട് ഇതിന്റെ താഴെ ഇങ്ങനെ വളയം വെച്ച് വരച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് ഫുള്ളും അങ്ങനത്തേതാണ്. അതായത് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് ബാക്ക് സൈഡ് കണ്ടാൽ അറിയാൻ പറ്റും. കണ്ടോ, അത് ഫുള്ളും ഓരോന്നും നമ്മൾ ജ്വല്ലറി വയർ ഇട്ട്
ആ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ വളച്ചെടുത്ത് പണിതിരിക്കുന്നതാണ്. അതാണ് അതിന് റേറ്റ്. പിന്നെ മാത്രമല്ല ആ സ്റ്റോൺ തന്നെ നല്ല വലിയൊരു ആമ്രപാരി ഡിസൈനാണ്. സിമ്പിൾ ചെയിൻ കാണിക്കാം. മോനിഷ നായർ ഇന്നത്തെ ലൈവിൽ നമുക്ക് സിമ്പിൾ ചെയിൻസ് ഇല്ല. സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് നമ്മൾ പിന്നൊരു ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ ലൈവിൽ സിമ്പിൾ ചെയിൻസ് ഇല്ല. ഹായ്ഡ ആശ, കുറെ നാളായല്ലോ കണ്ടിട്ട്. KI27 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 1170. ഇത് തന്നെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഇതിന്റെ ലോക്കറ്റിലും കേട്ടോ. നോക്കിക്കേ, നല്ല വലിയ സ്റ്റഡാണ്. ഇത് ഒരെണ്ണം ഇട്ടാൽ മതി, സ്റ്റഡ് ഇട്ടാൽ മതി. എനിക്ക് സ്റ്റഡ് ഇട്ടിട്ട് ഒരുമാതിരി ഒരു എന്തോ പോലെ അല്ലേ, ഈ വള്ളി കെട്ട നിക്കറെന്നൊക്കെ പറയുന്ന പോലെ. എനിക്ക് അങ്ങനത്തെ ചേരത്തില്ല. എനിക്ക് വലിയ സ്റ്റഡ് അങ്ങനെ ചേരത്തില്ല. എനിക്ക് താഴോട്ട് തൂക്കാനുള്ള നേരത്തെ അത്. അതേസമയം എൻ്റെ ചേച്ചിക്ക് സ്റ്റഡ് ഇട്ടാൽ ചേരും. പണ്ടടുത്ത് എൻ്റെ തതി ചെയ്യും. ഇത് കേൾക്കണ്ട ദൈവമേ, ഓൺലൈൻ ഉണ്ടാവരുതേ. KI27 1170 കേട്ടോ. 1170 KI27 1170. ഇത് 2 ലെയർ. ഇത്രയും വലിയ പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരൊറ്റ ഒത്തിരി ലെയർ ആയിട്ട് വരുന്നത് ഭയങ്കര വൃത്തികേടായിരിക്കും. പിന്നെ മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ 7 പിടിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലെയറിൽ കിടക്കാം. ആഹാ, എന്ത് ഭംഗി. നോക്കിക്കേ, നല്ല രസമായിട്ട് കിടക്കും. ഇങ്ങനെ ഒരു പെൻഡന്റ് മാത്രമായിട്ട് നമ്മുടെ സിമ്പിളായിട്ട് ഇങ്ങനെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ കുർത്ത ഇട്ടിരിക്കുന്നത്. കുർത്തയുടെ കൂട്ടത്തിലാണെങ്കിലും ഇതിട്ടിട്ട് നല്ല ഭംഗിയല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഈ കരിമണി എന്ന് പറയുന്നത് എന്തിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള വെറൈറ്റിയാണ്. പട്ടുപാവാടയുടെ കൂട്ടത്തിൽ പിള്ളേർക്ക് ഇടാം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റും കേട്ടോ. പിള്ളേർക്ക് പറ്റും. ഒരു ടീനേജേഴ്സിനൊക്കെ പറ്റുന്ന സെറ്റാണിത്. അവർക്കൊന്നും വലിയ ജാങ്കോ ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഈ നീളം കിടക്കുന്നൊന്നും അതൊന്നും കിടത്തില്ല. നിങ്ങൾ മാല പോലും ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ ഇപ്പോഴത്തെ ടീനേജേഴ്സ്, ജെൻസീസ്. നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് കാരണം അവർക്കൊക്കെ പറ്റുന്ന സാധനം കേട്ടോ. ബിന്ദു എസ് കുമാർ ഹായ്. അടുത്തത് KI28 ആണ്. 1190. ഇതും ദേ ഫുള്ള് സ്റ്റോൺസ് വരുന്നു. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വലിയ ബീഡ്സ്. KI20 ആണ്. 28 ആണ്. 28 ആണ്. പേസ്ലി ഡിസൈൻ ആണ്. KI28 790 rupees, 790 രൂപ. KI28 ആണ്. 790, 790 രൂപ. KI28 പെൻഡന്റിന്റെ ഡിസൈനിന്റെ ക്ലോസപ്പിൽ കാണിക്കാം. 28 ആണ്. 790. ഇത് പെൻഡന്റ് ഊരി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പെൻഡന്റ് ഊരി എടുക്കാൻ പറ്റത്തില്ല. ക്ലസ്റ്റേർഡ് ആണ് ചെയിന്. 4 ഒരുമിച്ചുള്ള ചെയിൻ. ഓക്കെ, അടുത്തത് KI29 ആണ്. അടുത്ത ഷോ സ്റ്റോപ്പർ ആണ്. നമ്മളുടെ ഗണപതിയുടെ ഡിസൈൻ ആണ്. ഗണപതിയിൽ നല്ല പിങ്ക് ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ഗണപതിയാണ്. KI29 ആണ്. 1490, 1490 രൂപ. 1490 KI29 1490. നിങ്ങളൊന്നും എന്താണ് ആരും ഒന്നും മിണ്ടാത്ത? അയ്യോ, എനിക്ക് ദാഹിച്ചു. എൻ്റെ കുഞ്ഞിന് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നേ. ഒരു 12 മണി വരെയും വഴക്കായിരുന്നു. ഉറങ്ങണം ഒക്കെ വരുന്നുണ്ടല്ലോ എന്നോ വഴക്കായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ കൂടെ 2 കളി കളിച്ചപ്പോഴത്തേക്ക് അവളുടെ ഉറക്കമൊക്കെ പോയി. അപ്പോൾ അതേ അതുകൂടെ ഇരിപ്പുണ്ട്. KI29 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 1490. നോക്കിയാൽ ഗണപതിയാണ്. ഗണപതിയുടെ കയ്യിലെന്താ? ഒന്നുമില്ല. അതെ, ഇങ്ങനെയാണ് ഗണപതി. പിങ്ക്. ഇത് ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ. പുറകെ നിങ്ങൾക്ക് കണ്ട സ്റ്റോൺ കാണാൻ പറ്റും. സ്റ്റോൺ ആണ്, ഇനാമൽ അല്ല. KI29 ആണ്. 1490. 1490. ഓക്കെ, 7 പിടിയാണത്. 7 പിടിയും പെൻഡന്റും കൂടെ വരും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നീളം വരുന്നത്. അടുത്തത് KI30 ആണ്. 690. ഇതുപോലത്തെ നമ്മളൊരു 4 വെറൈറ്റി ഇന്നത്തെ ലൈവിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം 4 or 5 എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 3-4 വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള കളക്ഷൻസ് കൂടെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. KI30 ആണിത്. 690. ഇതൊക്കെ ഞാനത് പറയാൻ കാര്യം, ഒരു ഡെയിലി വെയർ സെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണ്. കാരണം വലിയ പെൻഡന്റും അല്ല, എന്നാൽ സിമ്പിളായിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഓഫീസിലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ്. KI29 ആണ്. 30 ആണ്. 30. ഇത് 30ാമത്തതാണ്. 690. KI30 ആണ്. 690, 690. KI30. ഓക്കെ, ഇത് പെൻഡന്റിന്റെ ക്ലോസപ്പിൽ കാണിക്കും. KI30 30ാമത്തതാണ്. 690. അടുത്തത് KI31 ആണ്. ഇത് നമ്മളുടെ ഞാൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ പെൻഡന്റ് ചെയിൻ ആൻഡ് പെൻഡന്റ് D സീരീസിനകത്ത് കാണിച്ചതിൻ്റെ തന്നെ ഇതാണ് കേട്ടോ. ഇത് 10 പിടി. ഇന്നത്തെ ലൈവിലെ ആകപ്പാടെ ഉള്ള ഒരു 10 പിടിയുടെ ചെയിനാണ്.
ഒരെണ്ണേ ഞാനിന്ന് വെച്ചിട്ടുള്ളൂ. കാരണം കൂടുതലും കരിമണി അങ്ങനെ 10 പിടി അങ്ങനെ ആരും ചൂസ് ചെയ്യത്തില്ല. എങ്കിലും ഞാൻ ഒരെണ്ണം ഒന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. നടുക്ക് നോർമൽ കാശിൽ ദേവി ഇംപ്രിന്റോ മറ്റേ ഹെഡ് ഇംപ്രിന്റോ അങ്ങനെ ഒന്നുമില്ല. നോർമൽ ഒരു കോയിൻ. ആ കോയിനിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രിന്റ് വേണ്ടേന്ന് കരുതിയിട്ട് ചുമ്മാ ഒരു റാൻഡം ഇംപ്രഷൻസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്നുമില്ല, ഡിസൈൻസ് ഒന്നുമില്ല. ഐ മീൻ ടെമ്പിളോ അല്ല രൂപങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നോർമൽ ഒരു റൗണ്ട് ഡിസൈൻ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബ്ലാക്ക് റൗണ്ട് പാരയ്ക്ക കേട്ടോ. ഇതിൻ്റെ ഇറക്കം തല വഴി ഇടാൻ പറ്റും. ഇത്ര ഇറക്കം കണ്ടോ. KI 31 ആണിത്. 770 rupees, 770 രൂപ. KI 31 770. KI 31 ആണിത്. 770 rupees. KI 31 31ാമത്തെ കോഡാണ് 770. KI 31. അടുത്തത് നമ്മുടെ ലാസ്റ്റ് സെറ്റാണ് ഇന്നത്തെ ലൈവിലെ. KI 32 ആണ്. ഇത് ഇങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ, കരിമണി അല്ല. ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള സെറ്റാണ്. KI 32 ആണ്. 590 rupees. ഇങ്ങനെ കുട്ടി 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 ഫ്ലവേഴ്സ് വരുന്ന ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ്. കരിമണി ആയതുകൊണ്ട് തന്നെ, അതായത് കറുത്ത ആ ഒരു ബ്ലാക്ക് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തന്നേ ഉള്ളൂ. 32 ആണ്. KI 32 ആണിത്. 590 rupees, 590 രൂപ. 590. സ്മോൾ ഫ്ലവർ സ്റ്റാർസ്. KI 32 ആണ്. 5 എണ്ണം വരുന്നുണ്ട്. 5 എണ്ണം വരുന്ന ഒരു 6 പിടി ചെയിൻ, അതായത് കഴുത്തുവട്ടം ഇങ്ങനെ കിടക്കുന്ന ഒരു ഡിസൈനാണ്. 32ാമത്തെ കോഡാണ്. 590. മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്ന ടൈപ്പിലാണ്. ഒത്തിരി വലുതും അല്ല, ഐ മീൻ നീളവും ഇല്ല, എന്നാൽ നല്ല ഭംഗിക്ക് കഴുത്തിൽ കിടക്കുന്ന ടൈപ്പിലുള്ളതാണ്. KI 32 ആണ്. 590. ഇത് ഇങ്ങനെ കണ്ടോ, 32 ആണ്. KI 32 ആണ്. സ്റ്റോൺസും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഓക്കെ, KI 32 ആണ്. 590, 590. KI 32 32ാമത്തെ സെറ്റ് 590. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ കരിമണി ചെയിൻസിൻ്റെ ലൈവ് കഴിഞ്ഞു. 32 കളക്ഷൻസ് ആണ് മൊത്തം കാണിച്ചിരുന്നത്. ഓണം സെയിലിൻ്റെ ഭാഗമായിട്ടുള്ള 2ാമത്തെ സെറ്റ് സീരീസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചത്. ഫസ്റ്റ് സീരീസ് D സീരീസ് ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ K സീരീസ് ആണ്, KI സീരീസ് ആണ് ഇന്ന് കാണിച്ചത്. 32 എണ്ണം ഉണ്ട്. എല്ലാവരും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, അടുത്ത ലൈവ് ഇനി എന്നാണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല, അറിയിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റാ.